കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ 4 മണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു. പൊന്നുണ്ണിക്കണ്ണൻ അതാ ശ്രീലകത്ത് പുഞ്ചിരി തൂകി നിൽക്കുകയാണ്. നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തുന്നുണ്ട്. ആ നെയ്വിളക്കിൻ്റെ ശോഭയിൽ അതാ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ പുഞ്ചിരി എന്തൊരു ഭംഗിയാണെന്നറിയോ. പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട്. നെറ്റിയിൽ ഒരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട്. ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. മാറത്ത് ഒരു സ്വർണ്ണത്തിലകവും ഒരു സ്വർണ്ണമാലയും ചാർത്തിയിരിക്കുന്നു. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു പീതാംബരപ്പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്. കയ്യിൽ ഓടക്കുഴലുമുണ്ട്. സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ 3 തിരുമുടിമാലകളും 2 വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ സുന്ദര രൂപം, പുഞ്ചിരിച്ച് നിൽക്കുന്ന രൂപമാണ് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കണ്ടത്. അവർ ആനന്ദത്തിൽ ആഹ്ലാദത്തിൽ ആറാടി ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ അടുത്തേക്ക് അതാ നാരായണനാമവും ചൊല്ലി ഓടി 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 പോകുന്നു. ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്ക കണ്ട് കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കണോ, പ്രാർത്ഥിക്കണോ. കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണം. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് അവിടെ പ്രതിഷ്ഠിച്ചാലോ. ആ പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം ഉടുത്ത് പീതാംബരപ്പട്ട് ഞൊറിഞ്ഞുകൊടുത്ത് കയ്യിൽ ഓടക്കുഴലും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി പുഞ്ചിരി തൂക്കി നിൽക്കുന്ന ആ സച്ചിദാനന്ദ കട്ടയെ എല്ലാവരും മനസ്സിലിങ്ങനെ വിചാരിക്കുക. നല്ല പോലെ തെളിഞ്ഞ് 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 വരട്ടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക്. ഒരു നിമിഷം കണ്ണടച്ച് ആ രൂപം നമുക്ക് ആവാഹിക്കുക. മനസ്സിലെത്തിക്കഴിഞ്ഞാൽ അതവിടെ പ്രതിഷ്ഠിക്കുക, പിടിച്ചിരുത്തുക. എന്നിട്ട് ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിക്കുക. ആ കണ്ണനൊന്ന് ലാളിക്കുക, ഒന്ന് കൊഞ്ചിക്കുക, ഒരു മുത്തം കൊടുക്കുക. ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കാം, പ്രാർത്ഥിക്കാം. കണ്ണൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും. നമ്മൾ ഉറച്ച വിശ്വാസത്തോടു കൂടി എല്ലാവരും നാരായണ 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 ചൊല്ലിക്കോളൂ കേട്ടോ. ഒരു സങ്കോചവും കൂടാതെ ഭക്തിയോടുകൂടി വിശ്വാസത്തോടു കൂടി കണ്ണൻ്റെ നാമങ്ങളൊക്കെ ചൊല്ലിക്കോളൂ. ആ സ്നേഹത്തോടു കൂടി വിളിച്ചു കഴിഞ്ഞാൽ കണ്ണൻ കേൾക്കാതിരിക്കില്ല. കൂടുതൽ സ്നേഹത്തോടു കൂടി കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി ഓടി വരും. നമ്മളെ കെട്ടിപ്പിടിച്ച് നമുക്കൊരു മുത്തം തന്ന് നമുക്ക് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരിക്കോരി തന്ന് കണ്ണൻ അനുഗ്രഹിക്കും. അതുറപ്പാണ്, ഒരു സംശയം വേണ്ട. അപ്പോൾ എല്ലാവരും നാമം ജപിച്ചോളൂ, പ്രാർത്ഥിച്ചോളൂ. നാരായണ 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 നാരായണ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ. ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക. അത്രയും അത്യുത്തമമായ മന്ത്രമാണ്. ഈ മന്ത്രങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം, സർവ്വസമ്പൽ സമൃദ്ധി, സർവ്വ ഐശ്വര്യം, സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാവുന്നതാണ്. ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി ഈ കലികാലത്ത് ജപിക്കുവാൻ പറ്റിയ ഉത്തമമായ മന്ത്രമാണ്. അതുകൊണ്ട് എല്ലാവരും ദിവസേന ഈ മന്ത്രം ഉപാസിക്കുക. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ.